ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ഇന്ന് വൈഗ IPSൻ്റെ 23ാമത്തെ എപ്പിസോഡ് അവസാനത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ആവശ്യപ്രകാരം ഒരു ദിവസം 2 നോവൽ എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക്, കൃത്യം 12 മണിക്ക് തന്നെ രണ്ടാമത്തെ നോവൽ നിങ്ങൾക്കായിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. നിങ്ങളുടെ സൗകര്യം പോലെ അതെപ്പോൾ വേണമെങ്കിലും കേട്ടു തീർക്കാം. 15 to 20 മിനിറ്റ് ആയിരിക്കും ആ നോവലിൻ്റെ ദൈർഘ്യം. നമ്മുടെ ആദ്യത്തെ നോവൽ, അതായത് സ്ഥിരമായിട്ട് ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നോവൽ, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് തന്നെ റിലീസാവുന്നതാണ്. അപ്പോൾ 2 ടൈമിങ്ങിലായിട്ട് 2 നോവൽ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇതിൽ സമയത്തിനോ ദിവസങ്ങളിലോ എന്തെങ്കിലും തരത്തിൽ അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരെയും അറിയിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ വേണം. എങ്കിൽ മാത്രമേ തുടർന്നും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. വൈഗ IPS അധ്യായം 23, അവസാനത്തെ അധ്യായം. ജീവൻ്റെ ഒരു തുടിപ്പ്, ഒരു തന്മാത്ര എനിക്ക് അനുഭവപ്പെട്ടു. അതോടെ ഞാൻ അങ്കിളിനെ മറന്നു, ദയയെ മറന്നു. ഞാനൊരു ഡോക്ടർ മാത്രമായി. എനിക്ക് മുമ്പിൽ ജീവൻ്റെ അന്ത്യനിമിഷങ്ങളിലേക്ക് അതിദ്രുതം ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം മാത്രമായി. ഞാൻ ആ ഫ്രീസറിനുള്ളിൽ നിന്നും അവളെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചു. തണുപ്പ് ആ ശരീരത്തിലേക്ക് പടരുന്നതേയുള്ളൂ. ഫ്രീസറിനുള്ളിലായിട്ട് അധിക സമയമായിട്ടില്ല. ഞാൻ ഫ്രീസറിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് ശക്തമായ ആ ശരീരം ഉയർത്തി. മരവിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ തലയിൽ വലിയ ഒരു ബാൻഡേജ് കണ്ടു. അതിനു മീതെ ചോരച്ചോപ്പും. അങ്കിള് ഫ്രീസറിലേക്കിട്ട പഞ്ഞിയിൽ കണ്ട ചോരയുടെ ഉറവിടം പെട്ടെന്ന് എനിക്ക് പിടികിട്ടി. മിത്രയുടെ തലയിലെ മുറിവിൽ നിന്നുണ്ടായതാണ്. മിത്രയുടെ തലയിൽ ഭാരമുള്ള എന്തോ കൊണ്ട് അങ്കിൾ അടിച്ചിരിക്കുന്നു. അവൾ അടികൊണ്ട് മുറിവേറ്റു വീണു. അവൾ മരിച്ചു എന്ന് അങ്കിൾ ഭയന്നു. ആ ശരീരം മറ്റാരും കാണാതിരിക്കാൻ ഫ്രീസറിനുള്ളിൽ വെച്ചു. പക്ഷെ മിത്ര മരിച്ചിരുന്നില്ല. അതറിയാതെയാണെങ്കിൽ പോയത്. ഒരുപക്ഷെ തനിക്ക് സംഭവിച്ച തെറ്റും പോലീസിനോട് തുറന്നു പറയാൻ പോയതാകാം. അതല്ലെങ്കിൽ പോലീസ് അറിയാതിരിക്കാനായി രഹസ്യമായി ബോഡി ഒളിപ്പിക്കുന്നതിനായി ആരെയെങ്കിലും ഏർപ്പാടാക്കാൻ പോയതാകാനും മതി. രണ്ടിലേതായാലും അത് അപകടമാണ്. പോലീസിൽ അറിയിക്കുന്നതിനേക്കാൾ അപകടമായിരിക്കും ബോഡി മറവ് ചെയ്യുക. ജീവനുള്ള ഒരു ശരീരമാണ് ചാക്കിൽ കെട്ടി ആറ്റിലോ കൊക്കയിലോ തള്ളുക. ഒരു ജീവൻ അതോടെ പൊലിയും. മാത്രമല്ല, അങ്കിൾ എത്ര ഒളിപ്പിച്ചാലും മിത്രയെ കൊന്ന കുറ്റത്തിന് ഒരു നാൾ പോലീസിൻ്റെ പിടിയിലാവും. മാഡം പോലും അങ്കിളിന് മാപ്പ് കൊടുക്കില്ലെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ടായിരുന്നു. ശരിയല്ലേ അത്? ഉദ്യോഗത്തിൻ്റെ ശക്തമായ കിതപ്പോടെ നിർത്തി. ഒരിക്കൽ താൻ നേരിട്ട ദുരന്തം അതേപടി വിവരിക്കുകയായിരുന്നു അഖിൽ. വൈകിയുടെ മുഖത്തേക്ക് മിഴിനട്ട് ചോദിച്ചു, നീ എന്നിട്ടും മിത്രയുടെ ശരീരം തനിച്ചാണോ ഫ്രീസറിൽ നിന്നും പൊക്കിയെടുത്തത്? അവൻ്റെ ചോദ്യത്തെ അവഗണിച്ച് വൈഗ അങ്ങോട്ട് ചോദിച്ചു. അതെ, അഖിൽ സമ്മതിച്ചു. ഞാനിത്തിരി പാടുപെട്ടു. എങ്കിലും ഞാൻ അവളെ അതിൽ നിന്നെടുത്തു. പൾസ് റേറ്റ് നോക്കി. അപകടകരമായ ഒരു സ്റ്റേജിലേക്ക് താഴുകയായിരുന്നത്. എത്ര വേഗം ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേ തീരൂ. അതിനെന്ത് വഴിയെന്ന് ആലോചിച്ച ആദ്യ നിമിഷത്തിൽ തന്നെ ഞാൻ മൊബൈലെടുത്ത് ജ്യോതിയെ വിളിച്ചു. മുത്തച്ഛൻ്റെ ശ്രാദ്ധ ചടങ്ങുകൾ നടക്കുകയായിരുന്നതിനാൽ ജ്യോതി ഉറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് വിവരം കേട്ട മാത്രയിൽ കാണാക്കാരിയിൽ നിന്നും തന്നെ സ്വന്തം വണ്ടിയിൽ അയാൾ പാഞ്ഞു വന്നു. അവൻ തുറന്നു. ഞാൻ മിത്രയെ പൊക്കിയെടുത്ത് തോളിലിട്ടു. ശരിക്കും ഒരു ശവം പോലെ തന്നെ അവൾ എൻ്റെ തോളിൽ കിടന്നു. ഞാൻ ഫ്രീസർ പൂട്ടി. എന്നിട്ട് വേഗം പിൻവാതിലൂടെ തന്നെ പുറത്തേക്ക് കിടന്നു. എൻ്റെ ബൈക്ക് ഒളിപ്പിച്ചു വന്നിരുന്നിടത്തേക്ക്. എടാ, വൈകിയുടെ ശബ്ദം പെട്ടെന്ന് വരുന്നു. നീ പറഞ്ഞ കഥ ഇത് എന്നോട് പറയാനായി നീ മെനഞ്ഞുണ്ടാക്കിയത്. ഇത് മുഴുവൻ കള്ളം. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. വൈഗ തറപ്പിച്ച് പറഞ്ഞു. അഖിലിൻ്റെ മുഖത്ത് സങ്കടം പെരുകി, നിസ്സഹായതയും. അവൻ പെട്ടെന്ന് രേണുകയുടെ അടുത്തേക്ക് നീങ്ങി. വിലങ്ങിട്ട തൻ്റെ കൈകൾ അവൻ രേണുകയുടെ നെറുകയിലേക്ക് വെച്ചു. എൻ്റെ അമ്മയാണിത്. എന്നെ 10 മാസം ചുവന്ന് നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ. ഈ അമ്മയുടെ നെറുകിൽ തൊട്ട് ഞാൻ പറയുന്നു, ഞാനിപ്പോൾ പറഞ്ഞത് നടന്ന സത്യമാണ്. 100% സത്യം. അപ്പോൾ നീ എന്ന ദയയുടെ മുറിയിലേക്ക് പോയിട്ടില്ലേ? ഇല്ല, ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. ഇല്ലേ? മിത്രയും കൊണ്ട് ഞാൻ അപ്പോഴേ പോന്നു. അപ്പോൾ പിന്നെ ദയയുടെ മുറിയിൽ കയറിയതാരാ? അവളെ ബലാത്സംഗം ചെയ്തതും കൊന്നതും ആരാ? അധ്യായം 49. അന്ന് രാത്രി ദയയുടെ റൂമിൽ കയറി ആ കുട്ടിയെ ആക്രമിച്ചതും കൊന്നതും എന്തായാലും ഈ നിൽക്കുന്ന അഖിലല്ല മാഡം.
ജ്യോതീന്ദ്രനാണ് പറഞ്ഞത്. അതിന് ഞാൻ തന്നെയാണ് സാക്ഷി. സാക്ഷി? വൈഗ ജ്യോതീന്ദ്രൻ്റെ നേർക്ക് വെട്ടിത്തിരിഞ്ഞു. അതെ മാഡം. ജ്യോതീന്ദ്രൻ ഉറച്ച സ്വരത്തിൽ തന്നെ തുടർന്നു. ദയയുടെ നെഞ്ചിൽ കത്തി കൊണ്ടുള്ള മുറിവേറ്റിരിക്കുന്നത് രാത്രി 2:30-ക്കാണെന്ന് മാഡം തന്നെ പറഞ്ഞു. ആ 2:30 മണി സമയത്ത് അഖിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. മിത്രയ്ക്ക് വേണ്ടി ഇവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റിയെടുക്കുകയായിരുന്നു ഞങ്ങൾ. ജ്യോതീന്ദ്രൻ ആവേശത്തോടെ പറഞ്ഞു. മിത്രയുടെ ശരീരവും താങ്ങിയെടുത്ത് അഖിൽ അന്ന് രാത്രി മതിലിന് വെളിയിലെത്തുമ്പോഴേക്കും കാണാക്കാരിയിൽ നിന്നും ഞാനും അവിടെ എത്തിയിരുന്നു. ഇടയ്ക്കിടെ ഹോൺ നീട്ടിയടിച്ച് ഏതാണ്ട് 10-15 മിനിറ്റുള്ളിൽ ഞാൻ അവിടെ എത്തി. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതിരിക്കാനായി അഖിൽ അപ്പോൾ തന്നെ മിത്രയും ചുവന്ന് ഇടവഴിയിലെ ഇരുട്ടിലൂടെ വരികയായിരുന്നു. മിത്രയെ എൻ്റെ കാറിനുള്ളിലേക്ക് കയറ്റി. ഞങ്ങൾക്ക് പിന്നിൽ ബൈക്കിൽ അഖിലും പാഞ്ഞു വന്നു. മിത്രയുടെ അവസ്ഥ കണ്ടപ്പോൾ ജ്യോതി അവൻ്റെ അച്ഛനെ വിവരം അറിയിച്ചു. ബാക്കി പറഞ്ഞത് അഖിലാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിലെത്തുമ്പോൾ ഡോക്ടർ ഹരിലാൽ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്കി ഞങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അഖിൽ അത് പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് വൈകിയുടെ മൊബൈൽ ബെല്ലടിച്ചു. അവൾ നോക്കി. അമ്പാടിയിലെ നമ്പറാണ്. കാർത്തികിനോട് അവൾ പറഞ്ഞു. അമ്മയും അച്ഛമ്മയും ഇതുവരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാണാഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താണിപ്പോൾ പറയുക? കാർത്തികിനും പെട്ടെന്നൊരു യുക്തി കിട്ടിയില്ല. അറ്റൻഡ് ചെയ്താൽ എനിക്ക് എങ്ങനെ പറയാതിരിക്കാനാവും മിത്ര ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്? വൈഗ നിസ്സഹായതയോടെ മൊബൈലിലേക്ക് തന്നെ നോക്കി. ബെല്ലടി നിന്നു. പക്ഷെ വീണ്ടും അതേ നമ്പർ തെളിഞ്ഞു. ബെല്ലും മുഴങ്ങി. അവൾ അറ്റൻഡ് ചെയ്തു. ഞാൻ ജോലി തിരക്കിലാണമ്മേ, അവൾ പറഞ്ഞു. ഞാൻ പുലർച്ചെയാവും തിരിച്ചെത്താൻ. അമ്മയും അച്ഛമ്മയും വെറുതെ കാത്തിരിക്കണ്ട, ഉറങ്ങിക്കോളൂ. അവരിങ്ങോട്ട് എന്തെങ്കിലും പറയും മുമ്പ് വൈഗ കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും അടഞ്ഞു കിടന്നിരുന്ന ഡോറിനപ്പുറത്തു നിന്നും വാതിക്കൽ മുട്ടുന്ന ശബ്ദം. പ്രതാപനാണ് ചെന്ന് വാതിൽ തുറന്നത്. പുറത്തൊരു സിസ്റ്റർ നിൽക്കുന്നു, യൂണിഫോമിൽ. സാറിനെ അച്ഛൻ വിളിക്കുന്നുണ്ട്. സിസ്റ്റർ ജ്യോതീന്ദ്രനോട് പറഞ്ഞു. ഓക്കെ, ഞാൻ ഉടനെ എത്തിക്കോളാം. ജ്യോതീന്ദ്രൻ പോയി. സിസ്റ്റർ തിരികെ പോയി. അച്ഛൻ ഒരു എമർജൻസി ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ജ്യോതിയുടെ ഫാദർ ഡോക്ടർ ഹരിലാൽ അല്ലേ? വിദഗ്ധനായ ന്യൂറോ സർജൻ? വൈഗ ചോദിച്ചു. അതെ, ജ്യോതീന്ദ്രൻ സമ്മതിച്ചു. ഡോക്ടർ ഹരിലാലാണോ മിത്രയന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അറ്റൻഡ് ചെയ്തത്? അതെ. എങ്കിൽ ഞാനും വരുന്നു. ഡോക്ടറെ എനിക്കും കാണണം. ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ? ജ്യോതീന്ദ്രൻ മൊബൈലിൽ ഡോക്ടർ ഹരിലാലിൻ്റെ നമ്പർ എടുത്തു. അച്ഛാ, എൻ്റെ കൂടെ ACP വൈഖമാടുണ്ട്, അഖിലിൻ്റെ കസിൻ. ഡോക്ടർ ചോദിച്ചു. അതെ, മാഡത്തിന് ഇപ്പോൾ അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അതിനെന്താ പൊന്നുമോനെ? ശരി അച്ഛാ. മൊബൈൽ ഓഫാക്കിയിട്ട് ജ്യോതീന്ദ്രൻ വൈഖിയെ നോക്കി പറഞ്ഞു. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. വരൂ കാർത്തിക്. ഒപ്പം നിന്ന കാർത്തികിനോടും പറഞ്ഞിട്ട് വൈഗ അഖിലിൻ്റെ കൈത്തണ്ടയിൽ പിടിമുറുക്കി. എന്നിട്ട് പറഞ്ഞു, നീ മുമ്പേ നടക്ക്. അഖിൽ നടന്നു. ജ്യോതീന്ദ്രൻ അവൻ്റെ ഒപ്പം നിന്നു. പിന്നാലെ കാർത്തികും വൈഖയും. അവർ റൂമിൽ നിന്ന് ഇറങ്ങിയതോടെ പിന്നാലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു പ്രതാപനും രേണുകയും. വിശാലമായൊരു റൂമിലേക്കാണ് ജ്യോതീന്ദ്രൻ അവരെ നയിച്ചത്. വൈഗ റൂമിലേക്ക് കയറി. ലേശം കഷണ്ടി കയറിയ തലയും പ്രൗഢിയും ഐശ്വര്യവും നിറഞ്ഞ മുഖവുമാണ് ആദ്യം അവൾ ശ്രദ്ധിച്ചത്. ഡോക്ടർ ഹരിലാൽ, ഈ ഹോസ്പിറ്റലിലെ അതിവിദഗ്ധനായ ന്യൂറോ സർജൻ. ഒരു ഡോക്ടറുടെ എല്ലാ പ്രൗഢിക്കും ചേർന്ന വിധം മുറി അതീവ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്, ഫർണിഷ് ചെയ്തിട്ടുണ്ട്. വൈഗ ഹാപ്പീസ് അല്ലേ? വൈഗ മുറിക്കുള്ളിലേക്ക് കയറുന്നു കണ്ടപ്പോൾ ഹൃദ്യമായ സ്വാഗതം ഓതുന്ന രീതിയോടെ ചിരിയോടെ ഡോക്ടർ ചോദിച്ചു. അതെ, ഗൗരവം ഒട്ടും വിടാതെയാണ് വൈഗ മറുപടി പറഞ്ഞത്. ഇരിക്കും. അവളിരുന്നു. ഒപ്പം അവൾക്ക് പിന്നാലെ കയറി വന്ന കാർത്തികും. ഇത് ഡോക്ടർ കാർത്തികിന് നേർക്ക് വിരൽ ചൂണ്ടി. ഇതെൻ്റെ വുഡ് ബി കാർത്തിക് ചന്ദ്രൻ. ഒട്ടും മടിക്കാതെ അവൾ പറഞ്ഞു. ഗ്ലാഡ് ടു മീറ്റ് യു. ഡോക്ടർ വലതുകരം കാർത്തികിന് സൗഹൃദത്തോടെ ഷേക്കാൻഡ് നൽകി. എന്നിട്ട് പുഞ്ചിരിയോടെ മുഖം തിരിക്കുമ്പോഴാണ് കാഴ്ച കണ്ടത്. ജ്യോതീന്ദ്രൻ്റെ ഒപ്പം അകത്തേക്ക് വരുന്ന അഖില്. മുമ്പോട്ട് നീട്ടിയിരിക്കുന്ന കൈകളിൽ വിലങ്ങ്. വാട്ട്? അദ്ദേഹം ചാടി എണീറ്റു. എന്താണിത് അഖിൽ? ഇതെന്തു പറ്റി? ഡോക്ടർ ഹരിലാൽ സീറ്റിൽ നിന്ന് ഇറങ്ങി അഖിലിൻ്റെ അടുത്ത് വന്നു. ആ മുഖത്ത് വാത്സല്യവും ആശങ്കയും രോഷവും ഒരുപോലെ മിന്നിമറിഞ്ഞു. കൊലപാതക കുറ്റാണച്ചാ, ജ്യോതീന്ദ്രനാണ് മറുപടി പറഞ്ഞത്. കൊലപാതകമോ? അതെ, ദയയുടെ. ഓ, ആ കേസോ? ഡോക്ടർ തിരികെ ചെന്ന് സീറ്റിലിരുന്നു. എന്നിട്ട് വൈകിക്ക് നേരെ തിരിഞ്ഞു. മാഡം, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അഖിൽ ആ കേസിൽ തികച്ചും നിരപരാധിയാണ്, ഡോക്ടർ പറഞ്ഞു. അഖിലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വൈഗ ഒട്ടും സൗഹൃദമില്ലാതെ പറഞ്ഞു. ആ കേസിൽ ഡോക്ടറും കൂട്ടുപ്രതിയാണ്. അക്കാര്യം അറിയാമോ? ഞാൻ കൂട്ടുപ്രതിയോ? ഡോക്ടറുടെ മുഖത്തെ സൗഹൃദം മഞ്ഞു.
അതെങ്ങനെ? അബ്സ്കോണ്ടിങ് എന്നോ കൊല്ല ചെയ്യപ്പെട്ട എന്നോ പോലീസ് കരുതുന്ന ഒരു പെൺകുട്ടിയെ അതീവ രഹസ്യമായി ഒളിപ്പിച്ച് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ശരിയല്ലേ? വൈക എഴുന്നേറ്റു. അത്യന്തം ഗൗരവത്തിൽ തന്നെയാണ് അവൾ നിന്നതും ചോദിച്ചതും. ശരിയല്ലല്ലോ മാഡം നിങ്ങൾ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഒരു പെൺകുട്ടിയെ അതീവ രഹസ്യമായി ഒളിപ്പിച്ചും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. ഇതൊരു ഹോസ്പിറ്റലാണ്. ദിവസവും അനേകം പേഷ്യൻസ് വന്നു പോകും. നൂറുകണക്കിന് പേഷ്യൻസ് ഇവിടെ അഡ്മിറ്റാണ്. ഇത് ഒളിച്ചു പാർക്കാനോ ഒളിപ്പിക്കാനുള്ള രഹസ്യ സംഗതിയോ അല്ല. എങ്കിൽ പറയൂ ഡോക്ടർ, 5-ാം നമ്പർ ICUവിൽ കിടക്കുന്ന മിത്ര സത്യദാസ് എന്ന പെൺകുട്ടിയെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ അവളുടെ വീട്ടിലോ പോലീസിലോ റിപ്പോർട്ട് ചെയ്തില്ല? ഡോക്ടർ ഹരിലാൽ ചിരിച്ചു. ഇവിടെ ഏതൊരു പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് അവരുടെ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിലും അറിവോടെയൊക്കെയാണ്. മിക്കവാറും വീട്ടുകാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആവും പേഷ്യൻസിനെ കൊണ്ടുവരിക. പേഷ്യൻസിൻ്റെ നിലയിൽ അസാധാരണമായ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഡോക്ടർ തുറന്നു ചോദിച്ചു. മാഡം ഇപ്പോൾ പറഞ്ഞ പേര് അതെന്താണ്? മിത്ര സത്യദാസ്, അവൾ ആവർത്തിച്ചു. യെസ്, മിത്ര സത്യദാസ്. അങ്ങനെ ഒരു പേഷ്യൻ്റ് എനിക്കില്ല. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. വാട്ട്? വൈഗ അമ്പരന്നു. കാർത്തിക് അമ്പരന്നു. അപ്പോൾ ICUവിൽ കിടക്കുന്ന പേഷ്യൻറ്റ്? ഓ, ആ കുട്ടിയോ? ഡോക്ടർ ഗൂഢമായി ചിരിച്ചു. അത് അപർണ പ്രതാപ്. അപർണ പ്രതാപ്? വൈഗ വെട്ടിത്തിരിഞ്ഞ് അഖിലിനെ നോക്കി. പിന്നെ അവനോട് ചേർന്ന് നിൽക്കുന്ന പ്രതാപനെയും രേണുകയെയും. ആ കുട്ടിയുടെ ബ്രദറാണ് ഈ നിൽക്കുന്നത്. ഡോക്ടർ പുഞ്ചിരിയോടെ തന്നെ അഖിലിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. അഖിലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആ കുട്ടിയുടെ ഫാദറും മദറുമാണ്. പ്രതാപനെയും രേണുകയും ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ പറഞ്ഞത്. മാത്രമല്ല, ടേബിളിന് മുകളിലിരുന്ന കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ അപർണയുടെ ഡീറ്റെയിൽസ് എടുത്ത് അത് വൈഗയ്ക്ക് നേരെ തിരിച്ചു വെച്ചു. നോക്ക്, എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. വൈഗ ശ്രദ്ധിച്ചു. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. പേര് അപർണ പ്രതാപൻ, ഫാദർ പ്രതാപൻ, മദർ രേണുക. അഡ്മിറ്റ് ചെയ്തത് അഖിൽ പ്രതാപ്, റിലേഷൻ ബ്രദർ. അഡ്മിറ്റ് ചെയ്യാനുള്ള കാരണം തലക്കേറ്റ ക്ഷതവും മുറിവും. തലയ്ക്ക് ക്ഷതമേറ്റത് കുളിമുറിയിൽ കാൽവഴുതി വീണിട്ട്. കുളിമുറിയിൽ കാൽവഴുതി വീണോ? അതും രാത്രി 1 മണിക്ക്? വൈഗ പിറുപിറുത്തു. രാത്രി 1 മണിക്ക് കുളിമുറിയിൽ കുളിക്കാൻ ഒരു പെൺകുട്ടി കയറണമെന്നില്ലല്ലോ. മൂത്രമൊഴിക്കാനും കയറാം. എന്തിന് കയറിയാലും തെന്നി വീഴണമെങ്കിൽ വീഴുകയും ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. വൈഗ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു, ശബ്ദമില്ലാതെ. ഡോക്ടറുടെ മകൻ ജ്യോതേന്ദ്രൻ്റെ ഫ്രണ്ടാണ് അഖിൽ. അഖിലിന് വേണ്ടി ഡോക്ടർ എപ്പോഴും കളിക്കുന്നു. ലക്ഷ്യം അഖിലിൻ്റെ രക്ഷ. അത് സമ്മതിക്കില്ല, അവൾ ചോദിച്ചു. ആ പേഷ്യൻ്റ് ഇവിടെ എത്തിയപ്പോൾ ഡോക്ടർ തന്നെയാണോ പരിശോധിച്ചത്? അതെ, അങ്ങനെ തന്നെയാണ് പരിശോധിച്ചത്. അതെ, അങ്ങനെ തന്നെയാണോ ഈ ഹോസ്പിറ്റലിൽ പതിവ്? പതിവ്? ഡോക്ടർ നെറ്റി ചുളിച്ചു. അപകടം മണത്തു. ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആദ്യം നോക്കുക കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടേഴ്സാണ്. അവരാണ് പെട്ടെന്ന് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തുക. ഐ എം കറക്റ്റ്? യെസ്, ഡോക്ടർ സമ്മതിച്ചു. അത് സാധാരണ രീതി. പക്ഷേ ഈ കുട്ടിക്ക് എന്തു പറ്റിയെന്നും ഏത് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റാണ് എമർജൻസിയായി കിട്ടേണ്ടതെന്നും ആ കുട്ടിയുടെ ബ്രദറിന് അറിയാം. ബിക്കോസ് ഹീസ് എ ഡോക്ടർ. ആ നിലയ്ക്ക് കാഷ്വാലിറ്റിയിൽ കയറി ഒരു പരിശോധനയ്ക്ക് വേണ്ടി ടൈം വേസ്റ്റ് ആക്കേണ്ടതില്ല. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഡയറക്റ്റായി കയറ്റുകയാണ് വേണ്ടത്. ആ പെൺകുട്ടി എൻ്റെ മുമ്പിൽ ഓപ്പറേഷൻ തിയേറ്ററിലെത്താൻ ഒരു 5 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ അവളിന്ന് ഈ അവസ്ഥയിൽ ഭൂമിക്ക് മുകളിലുണ്ടാകുമായിരുന്നില്ല. വൈകി ഒരു നിമിഷത്തേക്ക് തരിച്ചിരുന്നു. മരണത്തിനും ജീവനും ഇടയിൽ തൻ്റെ അനിയത്തി മിത്ര കിടന്നു. വെറും 5 മിനിറ്റിൻ്റെ ഇടവേള. പക്ഷേ ആ 5 മിനിറ്റിനുള്ളിൽ അവൾക്ക് മരണത്തിന് പകരം ജീവൻ തിരികെ വാങ്ങി നൽകിയത്, ഭൂമിയിലേക്ക് തന്നെ വിട്ടത് അവനാണ്, അഖിൽ. പക്ഷെ ഡോക്ടർ, ആ നന്ദി വൈഗ പുറമേ കാട്ടിയില്ല. പൗരൻ ഡോക്ടർക്ക് നേരെ തിരിഞ്ഞു. പറയൂ, ഓപ്പറേഷൻ ടേബിളിലെത്തിയ ആ ശരീരം ഡോക്ടർ ശരിയായിട്ടൊന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു കാര്യം കൂടി മനസ്സിലാകുമായിരുന്നു. ഉവ്, ആ കുട്ടിയുടെ ശരീരത്തിൽ അസാധാരണമായൊരു തണുപ്പ്. അതല്ല മാഡം ഉദ്ദേശിച്ചത്? അതെ, അഖിലിനെ ഞാൻ ആ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തു. ജീവൻ രക്ഷിക്കാനായി അവൻ ചെയ്ത ഫസ്റ്റ് എയ്ഡ് ആണെന്ന് അവൻ പറഞ്ഞു. വൈകി ചിരിച്ചു. ജീവൻ രക്ഷിക്കാനുള്ള ഫസ്റ്റ് എയ്ഡോ? ഒരാളെ ഫ്രീസറിൽ വെക്കുന്നത്? ഫ്രീസറിൽ വെച്ചു എന്നല്ല അഖിൽ പറഞ്ഞത്. ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളവും ഐസ് ക്യൂബുകളും എടുത്ത് ആ കുട്ടിയുടെ തലയിലും ശരീരത്തിലും പൊതിഞ്ഞു എന്നാണ്. കള്ളക്കഥ ഡോക്ടർ വിശ്വസിച്ചോ? അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല മാഡം, ഡോക്ടർ തുറന്നു. ബിക്കോസ് അഖിൽ ഒരു ഔസർജനാണ്, നല്ലൊരു ഡോക്ടർ.
അദ്ദേഹം ജ്യോതീന്ദ്രനെയും അഖിലിനെയും മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ബാത്റൂമിൽ തലയടിച്ച് വീണ അൺകോഷ്യസ് ആയ അല്ലെങ്കിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം സിസ്റ്ററിൻ്റെ ജീവൻ രക്ഷിക്കാൻ അവൻ എന്ത് ട്രീറ്റ്മെൻറ്റും ചെയ്യാം. എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഭാഗമായി തന്നെയാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ അവൻ ഹൈഡ്രോക്ലോറിഡിസോണും അഡ്രിനാലിനും ഇഞ്ചക്ട് ചെയ്തത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഹൈഡ്രോകോർട്ടിസോണും അഡ്രിനാലിനും ഇഞ്ചക്ട് ചെയ്തോ? ആര്? അതാര് എന്ന് ഞാനപ്പോൾ അന്വേഷിച്ചില്ല. എമർജൻസി ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ റിസൾട്ടിൽ നിന്നും ഇത് രണ്ടും ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപകടകരമായ ആ സ്റ്റേജിൽ കുട്ടിയുടെ ജീവൻ തിരികെ കിട്ടാൻ ആ മെഡിസിൻ രണ്ടും നല്ല പങ്കും വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ നിർത്തി. നീയാണോ മിത്രയ്ക്ക് മെഡിസിനുകൾ അപ്പോൾ നൽകിയത്? വൈഗ അഖിലിനെ നേർക്ക് തിരിഞ്ഞു. അല്ല, അഖിൽ പറഞ്ഞു. പിന്നെ അച്ഛൻ തന്നെയാണോ? ഉദ്ദേഹത്തോടെ ചോദിച്ചു. അതെ, അത് മറ്റാരോ ആകില്ല, അഖിൽ തുറന്നു. അതുകൊണ്ട് തന്നെയാണ് മിത്രയെ അങ്കിൾ മനഃപൂർവ്വം കൊന്നതല്ല എന്ന് ഞാൻ പിന്നീട് തീരുമാനിച്ചത്. മിത്രയുടെ പ്രഗ്നൻസി അറിഞ്ഞപ്പോൾ അതേക്കുറിച്ച് ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ടാവും. പെട്ടെന്ന് ദേഷ്യം വന്ന അങ്കിള് കയ്യിൽ കെട്ടിയത് വെച്ച് തലക്കടിച്ചു. മിത്ര താഴെ വീണ് അനക്കമറ്റി കിടന്നിട്ടുണ്ടാവും. മരണത്തിന് അവളെ വിട്ടുകൊടുക്കാതെ തിരികെ പിടിച്ചെടുക്കാനായിട്ടാവും എമർജൻസി മെഡിസിനുകൾ അങ്കിൾ അവളിൽ പ്രയോഗിച്ചത്. എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാവും അവളെ ഫ്രീസറിലേക്ക് വെച്ചത്. എന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടു എന്ന് വെച്ചാൽ മരിച്ചെന്ന് കരുതി അല്ലേ? അതെ, വിഡിത്തം പറയില്ല അഖിൽ. അച്ഛനും ഒരു ഡോക്ടർ തന്നെയാണ്, എ വെൽ എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ. അച്ഛൻ്റെ സ്റ്റെതസ്കോപ്പിനും അച്ഛൻ്റെ വിരൽത്തോപ്പിനും അറിയാത്ത ജീവസ്തംഭനമുണ്ടോ? വൈകി എതിർത്തു. സി മാഡം, ഡോക്ടർ ഹരിലാൽ പറഞ്ഞു. ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ന്യൂറോ സർജനാണ്. ക്രോണിക്കായ ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഓപ്പറേഷൻ ടേബിളിൽ എൻ്റെ ഭാര്യയോ മക്കളോ അമ്മയോ ഒക്കെ കിടന്നാൽ ഞാൻ പതറും, കൈകൾ വിറയ്ക്കും. എനിക്ക് കത്തിയെടുക്കാനാവില്ല. കാരണം ഡോക്ടർ ഒരു ഡോക്ടർ മാത്രമല്ല, അച്ഛനും മകനും സഹോദരനും ഭർത്താവും ഒക്കെയാണ്. കയ്യബദ്ധം കൊണ്ട് അനക്കമറ്റ് വീണുപോയത് സ്വന്തം മകളാണ്. മകൾ മരിച്ചു എന്ന ധാരണയ്ക്കപ്പുറം ഭരിക്കുന്നത് താൻ കൊലപാതകി എന്ന അതിഭീകര ദുരന്തമാണ്. ആ അവസ്ഥ ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. എന്നിട്ടും അങ്കിള് മിത്രയുടെ ജീവൻ രക്ഷിക്കാൻ ചെയ്യാനാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്തെ വെപ്രാളവും പരിഭ്രാന്തിയും ഞാൻ ഒരു നിമിഷത്തേക്കെങ്കിലും കണ്ടതല്ലേ? അഖിൽ പറഞ്ഞു. ആ പരിഭ്രാന്തമായ അവസ്ഥക്കിടയിൽ മിത്രയുടെ ഏറ്റവും താഴ്ന്ന ജീവൻ്റെ ചലനങ്ങൾ അങ്കിളിൻ്റെ വിരൽത്തുമ്പ് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവൾ മരിച്ചെന്ന് കരുതി അവളെ ഫ്രീസറിനുള്ളിലേക്ക് വെച്ചത്. പക്ഷെ മാഡം, ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ സത്യദാസ് ആ ശരീരം ഫ്രീസറിൽ അന്ന് വച്ചത് തന്നെയാണ് മിത്രയുടെ ജീവൻ അവസാന തുമ്പുവരെ എത്തിയിട്ടും തിരിച്ചു നടക്കാൻ കാരണം. വൈകിയുടെ നെറ്റി ചുളിഞ്ഞു. ഡോക്ടർ സത്യദാസിൻ്റെ അടി ഓർക്കാപ്പുറത്ത് കവളത്തോ ചെന്നിക്കോ ആണ് കൊള്ളുന്നത്. എന്നിട്ടാണ് മിത്ര വീഴുന്നത്. തലയടിച്ചുള്ള വീഴ്ചയിൽ തലച്ചോറിന് ക്ഷതമുണ്ടായിട്ടുണ്ടാവും. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ കുട്ടി അബോധാവസ്ഥയിലായി. ഡോക്ടർ വിശദീകരിച്ചു. ഇൻറ്റേർണൽ ഇഞ്ചറി ഉണ്ടായി. ബ്ലഡ് ബ്രെയിനിലാകെ നിറഞ്ഞു. അത് ബ്ലോക്ക് ആകും മുമ്പ് ഫ്രീസറിൽ നിന്നും തലയ്ക്ക് തണുപ്പ് കിട്ടി. അറ്റ്മോസ്ഫിയറിന് ചേഞ്ച് വന്നു. മുമ്പേ ഡോക്ടർ സത്യദാസ് എമർജൻസി മെഡിസിനുകൾ ഇഞ്ചക്ട് ചെയ്തിരുന്നുകൊണ്ട് റിക്കവറി എളുപ്പമായി. അഖിൽ തക്ക സമയത്ത് എത്തിയതുകൊണ്ട് ആ കുട്ടിക്ക് ആയുസ് കൂട്ടിക്കിട്ടി. ആയുസ് കൂട്ടിക്കിട്ടി. വൈക ആ വാക്ക് ആവർത്തിച്ചു. പക്ഷെ ഡോക്ടർ, അവളിതുവരെ ഉണർന്നിട്ടില്ലെന്നറിഞ്ഞു. ശരിയാണ്, ബോധം വീണ്ടും കിട്ടിയിട്ടില്ല ഇതുവരെ. അവൾക്കിനി ഒരിക്കലും ബോധം തിരിച്ചു കിട്ടില്ലേ ഡോക്ടർ? അവൾ പഴയ മിത്രയെ അമ്പാടിയിലേക്ക് തിരിച്ചു വരില്ലേ? പറയൂ ഡോക്ടർ, എനിക്കതറിയണം. വൈഖ ഷാഢ്യം പോലെ ചോദിച്ചു. ഡോക്ടർ ഹരിലാലിൻ്റെ നെറ്റി വല്ലാതെ ചുളിഞ്ഞു. കണ്ണുകളും കുറുകി. മറുപടി മാത്രമില്ല. പ്രിയരെ, വൈഖ IPS എന്ന നോവല് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെച്ചിട്ടാണ് ഈ നോവൽ ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നത്. വൈഖ IPSൻ്റെ ബാക്കി ഭാഗം അനിയത്തി നിനക്കായി തുടരും എന്ന് നോവലിസ്റ്റ് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയരെ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷഭരിതനാണ്. അനിയത്തി നിനക്കായി എന്ന നോവൽ എന്തായാലും ഈ ചാനലിൽ അടുത്തായിട്ട് തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. നാളെ മുതൽ അപ്പോൾ നമ്മൾ പുതിയ നോവലുമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ടാണ് നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത്. തുടർന്നും നിങ്ങളെല്ലാവരും കൂടെ വേണം. വൈഖ IPSൻ്റെ തുടർഭാഗങ്ങൾ അനിയത്തി നിനക്കായി എന്ന നോവലിൽ ഉണ്ട് എന്നാണ് കമല ഗോവിന്ദ് എന്ന് പറയുന്ന എഴുത്തുകാരി പറയുന്നത്.
നമുക്ക് ആ നോവൽ മാക്സിമം നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ചെയ്യാം. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.